ഇതാണ് ഞാനെന്ന് പറഞ്ഞ ഇവിടുത്തെ അച്ഛൻ സുമനച്ഛൻ. കുർബാന തരുന്ന സമയം ഒഴിച്ച് എപ്പോഴും ഈ ചിരി അച്ഛന്റെ മുഖത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. 1-ാം ക്ലാസ് തൊട്ട് ഒരുപാട് മിഷൻ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു അച്ഛനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പട്ടം കഴിഞ്ഞ് 4 മാസത്തിലുള്ള അച്ഛനോടെ പോണ്ടിച്ചേരിയിലെത്തി. ഇവിടെ ഇപ്പം 3 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഗ്രാമത്തിലേക്ക് അച്ഛന്റെ കാറ് വരുമ്പോൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും മുഖത്തുണ്ടാവുന്ന ആ സന്തോഷം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം 3 ഗ്രാമങ്ങളിൽ ട്യൂഷൻ സെന്ററിൽ തുടങ്ങി. 2 ഗ്രാമങ്ങളിൽ 2 ആഴ്ചക്കുള്ളിൽ പുതിയ ട്യൂഷൻ സെന്ററുകളൊക്കെ തുടങ്ങും. രൂപതയുടെ VK ട്രസ്റ്റിന്റെ സഹായത്തോടെ അപ്പനില്ലാത്ത 15 കുട്ടികൾക്ക് 10-ാം ക്ലാസ് വരെയുള്ള പഠന ചെലവുകളൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നു. വിധവകൾക്കും അവരുടെ മക്കൾക്കും വേണ്ടി ഗവൺമെന്റ് അനുവദിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ വില്ലേജിലും സ്ട്രീറ്റിലൊക്കെ ഒരുപാട് മിനിസ്ട്രികളും ചെയ്യുന്നുണ്ട്. ഈ സ്ട്രീറ്റ് മിനിസ്ട്രികളിടയ്ക്ക് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ബൈബിള് വായിക്കുകയും ചെയ്യുന്ന ചില കലാപരിപാടികളും ഇതിനിടയ്ക്കുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പള്ളിയും ട്യൂഷൻ സെന്ററുമായിട്ട് ഉപയോഗിക്കാൻ ഒരു ഷെഡ് പണിയുന്നുണ്ട്. അവിടുത്തെ മുതലാളിയും തൊഴിലാളിയും എല്ലാം അച്ഛൻ തന്നെയാണ്. അങ്ങനെ സുവിശേഷ പ്രഘോഷണവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ ആയിട്ട് ഇവിടുത്തെ 12 ഗ്രാമങ്ങളിലും ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഭക്ഷണ മിശ്രമൊക്കെ കണക്കാണ്. ഏജൻസിക്കായിട്ട് ഇടയ്ക്ക് വന്ന് നിൽക്കുന്ന ഡീക്കന്മാരല്ലാതെ സ്ഥിരമായിട്ട് സഹായിക്കാൻ ഇവിടെ വേറെ ആരുമില്ല. കൈയും കാലൊക്കെ നിറയെ മുറിവുകളും അതിൽ പൊതിഞ്ഞിരിക്കുന്ന ഈച്ചയും ഒക്കെ വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടുത്തെ കൊടും ചൂടിൽ ഈ പരിക്കുകളും ഒക്കെ ആയിട്ട് ചെരുപ്പിടാതെയുള്ള നടത്തവും കൂടെ ആകുമ്പോൾ ശുഭം. ഇതൊക്കെ കണ്ടപ്പോ ഉണ്ടല്ലോ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ദേഷ്യം തോന്നി. ഒരു ഭാഗത്ത് സുവിശേഷത്തിനും സമൂഹത്തിനും വേണ്ടി കുറച്ചുപേര് ഇങ്ങനെ ചോര നീരാക്കുമ്പോൾ നമ്മളൊക്കെ ഇവിടെ നാട്ടിൽ ആഘോഷിച്ച് അപമാനിച്ച് ജീവിക്കുകയാണല്ലോ. മിഷനിലെ ഒട്ടുമിക്ക വൈദികരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു ചെറുപ്രായത്തിൽ ചുരുങ്ങിയ നാളുകൊണ്ട് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ഒന്നും വകവെക്കാതെ സ്വന്തം ജീവന ഭീഷണി ഉണ്ടായിട്ട് കൂടെ മൈൻഡ് പോലും ചെയ്യാതെ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ഒരു പബ്ലിസിറ്റി പോലും കൊടുക്കാതെ ഓട്ടം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനെ ആദ്യമായിട്ടോ കാണുന്നത്. ജന്മന ഞാനൊരു മിഷണറി ആണെങ്കിലും മിഷൻ പ്രദേശങ്ങൾക്കും മിഷണറിമാർക്കും വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വേദന എന്റെ ഉള്ളിൽ ഉറപ്പിക്കാൻ സുമനച്ഛനും അച്ഛന്റെ അനുഭവങ്ങളും വലിയ പ്രചോദനമായിട്ടുണ്ട്. അച്ഛനെയും അച്ഛന്റെ ശുശ്രൂഷകളും ഓർക്കുമ്പോണ്ടല്ലോ മനസ്സിൽ വരുന്ന ഒരു വചനമുണ്ട്. ലൂക്ക 11:27. നിന്നെ വഹിച്ച ഉദരവും പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ.